നമസ്കാരം, ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആട്ടോ ഇന്നത്തേത്. എല്ലാ ദിവസവും ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാൻ വരുമെങ്കിലും എൻ്റെ ജീവിതത്തിലെ വളരെ അത്ഭുതകരമായ ഒരു സംഭവം നടന്ന ദിവസമാണിന്ന്. ഈ കാണുന്നതാണത്. ഇത് ചോറ്റാനിക്കര അമ്മയ്ക്ക് ആദ്യം നിവേദിക്കുന്ന മലരാണ്. ആദ്യമായിട്ടാണ് ഇതെനിക്ക് കയ്യിൽ കിട്ടുന്നത്. വളരെയേറെ ഭാഗ്യവും അത്ഭുതവും നിറഞ്ഞൊരു ദിവസമാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിത്യം നടന്നു വരുന്ന ഒരു ചടങ്ങാണ് കണ്ണൻ ചിരട്ടയിൽ അമ്മയ്ക്ക് മലർനേദ്യം സമർപ്പിക്കുന്നത്. ചിരട്ടയിൽ നേദ്യം സമർപ്പിക്കുന്നതിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യകഥ ഇങ്ങനെയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ കണ്ണപ്പൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതായതിനാൽ ഇവിടെ പരാമർശിക്കുന്നില്ല. കണ്ണപ്പനും അനുചരന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതിനു ശേഷം അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ ആളുകൾ താമസമാക്കുകയും പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തപ്പോഴും ഈ വിഗ്രഹത്തെക്കുറിച്ച് ആർക്കും അറിയുകയുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാടുപിടിച്ച് കിടന്ന ഈ സ്ഥലത്തേക്ക് പുല്ല് ചെത്താനായി കുറച്ച് സ്ത്രീകൾ വരികയും അവരിലൊരാൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടാവുകയും ചെയ്തു അത്രേ. ഈ കാഴ്ച കണ്ട് ഭയന്ന് നിലവിളിച്ച അവൾ ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവരെ വിവരമറിയിച്ചു. അവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രിക ആചാര്യനുമായിരുന്ന എടാട്ട് തിരുമേനിയെ ഈ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ സ്ഥലത്തേക്കെത്തി. ഇടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങളാണ് അവയെന്ന് കണ്ടെത്തി. ഭഗവതി ചൈതന്യം തിരിച്ചറിഞ്ഞ് ഇല്ലത്തേക്കെത്തി പൂജാദ്രവ്യങ്ങളും മറ്റുമെടുത്ത് മടങ്ങുന്നതിനിടയിൽ അദ്ദേഹം പൂജാപാത്രം എടുക്കുവാൻ മറന്നു. ദേവി ചൈതന്യം കണ്ട സ്ഥലത്ത് എത്തിയപ്പോഴാണ് നേദ്യം സമർപ്പിക്കുവാൻ പാത്രങ്ങളൊന്നും തന്നെ എടുത്തില്ല എന്ന് അദ്ദേഹം ഓർത്തത്. അദ്ദേഹം ഉടനെ തന്നെ അടുത്ത് കണ്ട ഒരു ചിരട്ട കഴുകി വൃത്തിയാക്കി അതിൽ മലർനേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഈ സങ്കല്പത്തിലാണ് ഇപ്പോഴും ചോറ്റാനിക്കര ക്ഷേത്ര നട തുറന്നാൽ ഉടനെ തന്നെ അമ്മയ്ക്ക് ചിരട്ടയിൽ മലർനേദ്യം സമർപ്പിക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ചിരട്ട നിവേദ്യം വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരിതാണ്. കാരണം ആദ്യമായിട്ട് ഈ ദേവി ചൈതന്യം കണ്ട സമയത്ത് കല്ലുരച്ചപ്പോൾ അത് ആ രക്തം വരികയും അത് എടാട്ട് നമ്പൂരിയെ കണ്ട അദ്ദേഹത്തിന് ആ ദേവി ചൈതന്യം മനസ്സിലായപ്പം അദ്ദേഹം ആദ്യമായിട്ട് ഒരു ചിരട്ടയിൽ മലർനേദ്യം നടത്തുകയുണ്ടായി ഭഗവതിക്ക്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോഴും ആദ്യത്തെ ഇവിടുത്തെ ഒരു നിവേദ്യം ഈ ചിരട്ടയിലുള്ള മലർനൈവേദ്യമാണ്. അത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ആ ചിരട്ട തന്നെ എടുത്തിട്ട് വീട്ടിൽ പൂജാമുറിൽ വെച്ചാൽ വളരെ ഐശ്വര്യമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവതിക്ക് നേദിച്ച ഒരു ചിരട്ട തന്നെയാണല്ലോ. അപ്പോൾ ചിരട്ട നിവേദ്യമാണ് ഇന്നും ആദ്യം. ഈ ഐതിഹ്യം ഇതാണ് ചിരട്ട നിവേദ്യത്തിൻ്റെ. കാരണം ആദ്യമായിട്ട് ഭഗവതിയുടെ ആ ചൈതന്യം മനസ്സിലാക്കിയ എടാട്ട് നമ്പൂതിരി അദ്ദേഹം അപ്പം തന്നെ ഒരു ചിരട്ടയിൽ മലരും ശർക്കരയൊക്കെ ആയിട്ടുള്ള ശർക്കരയാണല്ലോ ഭഗവതിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് നിവേദ്യം ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ ആ ചിരട്ട നിവേദ്യത്തിന് ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ചിരട്ട നിവേദ്യം. ഇത് ഭക്തർക്ക് വഴിപാടായിട്ട് നടത്താൻ പറ്റുന്നതല്ല, ക്ഷേത്രത്തിൽ നിന്നും നേരിട്ട് നടത്തുന്ന നേദ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഭാഗ്യമുള്ള ഒരു ഭക്തനിത് ലഭിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ വീഡിയോകൾക്കായിട്ട് ശംഖുലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വളരെ അപൂർവവും അതിവിശേഷവുമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ ചാനൽ വഴി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.